മച്ചാന്മാരെ, ഞാൻ ഈ ഒരു പാറപ്പുറത്ത് ഇങ്ങനെ നിരങ്ങി ഇങ്ങനെ ഇറങ്ങി പോകണം എന്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെ ശ്രീനാരായണപുരം ചട്ടമ്പിസ്വാമിയൊക്കെ തപസ് ചെയ്ത ആ ഒരു ഗുഹ കാണാൻ വേണ്ടിയാണ് കേട്ടോ. അതുപോലെ ഈ ഒരു മല കണ്ടോ, ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ 3 കടലുകൾ സംഗമിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്തോട്ടാണ് ഇന്നത്തെ എൻ്റെ യാത്ര. മച്ചാവരെ, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ കാണുന്ന മല കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതോ കണ്ടോ, ആ കാണുന്ന മലയിലോട്ടാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ യാത്ര. മരുത്വ മലയിലാട്ടാണ്. ഒരുപാട് ഹിസ്റ്ററിയും ചട്ടമ്പിസ്വാമിയും ശ്രീനാരായണപുരവും ഒക്കെ തപസ്സിരുന്ന ആ ഒരു മലയിലോട്ടാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററുള്ള കന്യാകുമാരി. നമുക്ക് ആ മലയിൽ നിന്നാൽ നമ്മുടെ അറബിക്കടലും ബേ ഓഫ് ബംഗാളും ഇന്ത്യൻ ഓഷ്യനും കൂടെ ഒരുമിക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. കാണുവാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്കിപ്പോൾ നോക്കാം. എന്തായാലും അങ്ങോട്ടാണ് കേട്ടോ യാത്ര. ഒറ്റയ്ക്കല്ല, കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അളിയാ, ഒരു ഹായ് പറ അളിയാ. മച്ചാവരെ, അപ്പോൾ നമ്മൾ മരുത്വ മലയിലോട്ടുള്ള പോക്കാണ് കേട്ടോ. എന്താ പറയുക, ഒരു സ്ഥലം നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കന്യാകുമാരി ഹൈവേ ആണ്. ഇടതുവശത്ത് എന്താ അതല്ലടാ, എൻ്റെ ഇടതുവശത്ത് നോക്കിയാൽ കാണാൻ പറ്റും ആ മല. ഒരുപാട് പ്രശസ്തമാണ്, ഒരുപാട് രഹസ്യങ്ങളൊക്കെ ഉറങ്ങുന്ന മലയെന്നാണ് ഇതിനെ പറയുന്നത്. ഏറ്റവും കൂടുതൽ ഫേമസ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും അറ്റത്തുള്ള മലയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇന്ത്യയുടെ ആ ഒരു ആകൃതി നമുക്ക് കാണാൻ സാധിക്കും. മാപ്പിൽ ചില സമയത്ത് വഴി തെറ്റാറുണ്ട്. ഈ ഒരു ഹൈവേ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ലെഫ്റ്റ് ആണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇവിടെ നിന്നാണ് ലെഫ്റ്റ് എടുക്കാനുള്ളത്. ഹൈവേ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് ഈ കാണുന്ന ആർച്ച് ഉണ്ടല്ലേ, ഇതുവഴിയാണ് കേട്ടോ. ഈ റോഡ് വഴി കയറി നമുക്ക് പോവാം. ബാക്കി വഴിയൊക്കെ ഈ ഒരു ക്ഷേത്രം ഇവിടെ നിന്ന് ഒരു ലെഫ്റ്റാണ്. അയ്യോ തട്ട്. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ അടിവാരത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി ഇവിടെ വയ്ക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു സ്ഥലം, സ്റ്റാർട്ടിങ് പോയിന്റ്. ഇതാ കണ്ട, ഇങ്ങോട്ടാണ് കയറാനുള്ളത്. ഓക്കെ അച്ഛാവരെ, അങ്ങനെ നമ്മൾ ബേസ് പോയിന്റിൽ നിന്ന് അവിടെ വണ്ടി പാർക്ക് ചെയ്തു. പാർക്കിംഗ് ഫീസൊന്നും ഇല്ല കേട്ടോ. ആർക്കും ഇവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ നിന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം പോണവരിലൊന്നും ആരുമില്ല. ചെടിയൊക്കെ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഭയങ്കര കാറ്റില്ല അല്ലേ കളിയാ. നമ്മളെ കൂടെ വഴികാട്ടിയായിട്ട് പിറകെന്ന് വരികയാണ്. ഒന്നുമില്ലടാ, ഫുഡ് വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണോ, നമുക്ക് വഴി കാട്ടാൻ വേണ്ടി വന്നതാണോന്ന് അറിയത്തില്ല. ഇതാ പോണ്, ഫ്രണ്ടിൽ നിന്ന് പോണ് ഉണ്ടാകാം. കയറി പോവുകയാണ്. ഇവിടെ ഒരു വിശ്രമം പോലത്തെ എന്തൊക്കെ സംഭവം, ഇരിക്കാൻ പറ്റുന്ന രീതിയിലൊരു സംഭവമൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് മുകളിലോട്ട് പോകാം കേട്ടോ. കുറേ സ്റ്റെപ്പ് കിടക്കണം കേട്ടോ. നമ്മൾ ഇനി അടുത്ത് ഇതാണ് കയറാൻ പോകുന്നത്. നമുക്ക് മുമ്പ് ഇതാ വഴികാട്ടിയായി നമ്മുടെ ചെറുക്കൻ എന്താ പോകുന്നുണ്ട്. പയ്യാ വാ, ഒന്നും തിന്നാനൊന്നും തരാനില്ല. എന്നാലും നീ വാ, ചുമ്മാ ഇരിക്കണ്ട, വാ, കമോൺ. ആ പോ, ഇങ്ങ വാ തമ്പി. ഓ 4:30 ആയിട്ടുണ്ട്. എന്നാലും വെയിലൊരു ഇതുമില്ല കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് അടിക്കുന്നുണ്ട് വെയിൽ. അതെ, കാറ്റില്ലല്ല, കാറ്റുമില്ല, സീനാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നല്ലത്. പക്ഷേ മുകളിലെത്തുമ്പോൾ ആ വ്യൂ പോവും. കണ്ടാണ് കയറിയത്. പക്ഷെ ഇവിടെ നിന്ന് ഇതാ കയറി കുറച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ഇതോ റെയിൽവേ ട്രാക്ക്. ഓ, കടൽ കാണാം. വാഴക്കൃഷിയാണെന്ന് തോന്നുന്നു. ഇത്രയിൽ തന്നെ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ടോപ്പിലെത്തുമ്പോൾ അവസ്ഥ പറയണോ, ഏറ്റവും
സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും അറ്റത്തുള്ള മലയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് ആ ഇന്ത്യയുടെ ആ കോണിപ്പുണ്ടല്ലോ, ആ ട്രയാങ്കിൾ പോലത്തെ ആ ഒരു ഷേപ്പ് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. കാണാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്കറിയാം കേട്ടോ. വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കാം. സ്റ്റെപ്പ് തീരുന്നില്ല, അവിടെ നിന്ന് വീണ്ടും കിടക്കുകയാണ് അങ്ങോട്ട്. ഇത് നോക്കാം. അങ്ങനെ നമ്മൾ നടന്ന് ഒരു ടെമ്പിളിൽ, ഇവിടെ ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണ്ട, ഇതാണ് ആ ഒരു ഗുഹ. ഇവിടെയാണ് ഗുഹ. അത് ഗുഹ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഗുഹ അങ്ങോട്ടാണ്, ഇവിടെയാണ് ഗുഹ. ഒരു ജാതി ഒരു മതമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും ഒരുമിച്ച് തപസ് ചെയ്ത ഗുഹ, ആദ്യ ഗുഹയെന്നാണ് പറയുന്നത്. എന്തായാലും താണ്ട ഇതാണ് കേട്ടോ സംഭവം തോന്നുന്നു. കൂട്ടിയിട്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നും ആയിട്ടില്ല, ഹാഫ് പോലും ആയിട്ടില്ല, കാൽഭാഗം ആയിട്ടുള്ളൂ. നമ്മൾ ബാക്കി കയറാണ്. വരെ നമ്മൾ കയറി ഹാഫ് പോർഷനിൽ എത്തിയിട്ടുണ്ട്. ഇതോ അവിടെ ഒരു ഗുഹ കാണാൻ കേട്ടോ. അളിയാ, ഇത് അവിടെ ഒരു ഗുഹ ഉണ്ടോ? നോക്കടാ ഒന്നേ നോക്ക്. അല്ലല്ല, അടച്ചിട്ടിട്ടില്ല. നോക്ക്, വാ നോക്ക്, നോക്കിയല്ലേ. അതുകൊണ്ടോ പാറയുടെ ചരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല തണലുണ്ട് കേട്ടോ, നല്ല ആംബിയൻസ്. വേണ്ട ഒറ്റയ്ക്ക് വന്നാൽ കുറച്ച് പേടിയാവും. ഇതാണ് കയറി വന്ന വഴിയും കാര്യങ്ങളും, കല്ലും മുള്ളും നിറഞ്ഞ വഴി. നോക്ക് നോക്ക്, അവിടെ നോക്ക്, പോയല്ലേ. ഒരു ഗുഹ പോലെ കണ്ട കേട്ടോ. അപ്പം നമുക്കൊന്ന് നോക്കി നോക്കാം. 10 പാറ എടുക്കാൻ നോക്കി വരണം. സീനാണ്. അപ്പോൾ അത് കെട്ടിയതാണ്, രണ്ടാമതെന്തോ കെട്ടിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. എന്തായാലും വന്നില്ല, നമുക്ക് നോക്കാം. ഇതേ നമ്മൾ ഇവിടെ കയറി പോണ്ട. ഓ സീനാണ്, കയറാം കേട്ടോ. അളിയാ അതൊരു വഴിയുണ്ട് അളിയാ. അമ്മച്ചാ, ഓ ഇവിടെ എന്തോ അല്ലെ, ഇത് പാമ്പ് കിടക്കണേടാ, പേടിപ്പിക്കാടാ. അല്ലെ ഇത് പാമ്പ് കിടക്കുന്നത്, അല്ലെ പാമ്പ് കാണോ കുട്ടി. വാ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. നമ്മളെ പേടിപ്പിച്ചു എന്തോ. എന്തിനു വേണ്ടി വെച്ചിരിക്കുന്ന വലിയ പാമ്പ്. ആദ്യം കുറച്ചു ദൂരം പടിയുണ്ട്, പിന്നെ അങ്ങോട്ട് ഇതാണ് കേട്ടോ വഴി. ഇതുപോലുള്ള പാറയാണ്. ഇടയ്ക്ക് ഇതുപോലെ പാറയിലൊക്കെ മാർക്കിങ് ഉണ്ട്, ആരയുണ്ട്. അപ്പോൾ ആരോ മാർക്ക് നോക്കി പോകണം. പാറയുണ്ട്, തന്നെ ഇടയിലൊക്കെ വെള്ളം അത്യാവശ്യം കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചാൽ പോവും. ഇവിടെ നോക്കിയാൽ ടോപ്പ് കാണാം, സൂര്യനെ അവിടെ നിന്ന് കാണാം, വ്യൂവും കാണാം. എന്താ കണ്ട അതിൻ്റെ ഇടയിൽ കൂടെ കിടിലം വ്യൂ. നന്നായിട്ട് കാറ്റും അത്യാവശ്യം വീശുന്നുണ്ട്, നല്ല രസം തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും കയറുകയാണ്. ഓ അവൻ വ്യൂ കാണാൻ വേണ്ടി അവിടെ പോയിരുന്നു നമ്മളെ ചെറുക്കൻ. അമ്പോ പാതിയായി എന്ന് പറഞ്ഞ് നമ്മുടെ മല കയറ്റം എത്തിയതായി ഇവിടെ നിൽക്കുന്നു. ബാക്കിലോട്ട് നോക്കുമ്പോൾ ഒരു അടാറ് വ്യൂ, എന്നാൽ മുന്നിലോട്ട് നോക്കുമ്പം ഒന്നും ആവാത്ത ദോ അടക്കണം മതി. അളിയാ എങ്ങനെയുണ്ട് അളിയാ? ആ കണ്ട സെറ്റ്. എടാ നീ പറടാ എങ്ങനെയുണ്ട്? ഏയ് ദുണ്ടു പറ. ഫസ്റ്റാ അവന് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. എനിക്കും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. വായിൽ നിന്നും ഒരേയും പതയും വരുന്നുണ്ട്. അതോ അങ്ങനത്തെ അവസ്ഥയായി. ഇങ്ങോട്ട് വരുന്നവർ വെള്ളം അത്യാവശ്യം ഒരു 3-4 കുപ്പി കൊണ്ടുപോവാ. 2 കുപ്പിയൊന്നും ഒന്നും ആവാനില്ല, തീർന്നു പോയി. ആകുമ്പോൾ പക്ഷേ വെയിലിൻ്റെ ആ ചൂട് കുറഞ്ഞിട്ടുണ്ട്, വെട്ടാൻ പറ്റില്ല. 5 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. ആ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ നല്ല കിടിലൻ സ്പോട്ടുകളുണ്ട്. നമുക്ക് നോക്കി നോക്കാം. നൈസ് കണ്ടില്ലേ, ആ പാറയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം. പക്ഷേ ഇന്ന് എനിക്ക് മൂടില്ല, അടുത്ത വെള്ളിയാഴ്ച ആവട്ടെ. നമുക്കത് ഇനിയും
കിടക്കുന്ന വഴിയുണ്ടോ അങ്ങോട്ട് കയറണം. ഓ അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് നോക്കാം. ബാക്കി കുറച്ചും കൂടെ ഒന്ന് നോക്കട്ടെ. വെറൈറ്റി പക്ഷേ കിട്ടില്ല കേട്ടോ. വേണ്ട, ഇതൊക്കെ സൂപ്പർ, നല്ല രസമുണ്ട്. സൂപ്പർ. ഒറ്റയ്ക്ക് വരാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില സ്ഥലത്ത് എത്തുമ്പോൾ നമുക്കൊരു പേടി തോന്നും. പാമ്പൊക്കെ ഉള്ളതുപോലെ വെച്ച് തോന്നും. മച്ചാവരെ അപ്പോൾ നമ്മൾ വന്ന് അത്യാവശ്യം കുറച്ച് ഹൈറ്റ് എത്തി. ഇനിതാ അവിടെ വേണം നമുക്ക് പോയി. പക്ഷെ ഇപ്പം തന്നെ മുകളിലത്തെ കാഴ്ച താഴെ കണ്ടോ. ക്യാമറയിൽ എത്രത്തോളം ഭംഗി കിട്ടുമോ എന്നറിയത്തില്ല. പക്ഷെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ചെറിയ കാറ്റും ഇതും കണ്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. പുല്ല് മുകളിലോട്ട് കയറാൻ തോന്നില്ല. അയ്യോ പയ്യെ നടക്കാൻ വയ്യേ. അത്യാവശ്യം നല്ല കുത്തനുള്ള കയറ്റമാണ് കേട്ടോ. പക്ഷേ മുകളിലെത്തുമ്പോൾ എന്തായാലും വർത്താണ്. കന്യാകുമാരി പോകാനുള്ള വഴിയാണ് അങ്ങോട്ട്. അവിടെ നമ്മളെ വീട്ടിലോട്ട് പോകാനുള്ള വഴി. ഇത്രയും വരെ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് ഇനി പോവാം. 5 മിനിറ്റ് ബ്രേക്ക്, 5 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. ഓ വെള്ളം തരാളിയാ. അങ്ങനെ നമ്മൾ പാറയിടുക്കിലൂടെയൊക്കെ കയറി. ഓ വാവ് അളിയ, ഇതേതാടാ വഴി? അയ്യോ ഒന്നും ആയില്ലേ. അയ്യോ നമ്മളങ്ങനെ മലയുടെ ഉച്ചത്തിലെത്തിയെന്ന് വിചാരിച്ചപ്പോൾ ഇതല്ല മല ഉച്ച. എന്തോ നോക്കൂ, അവിടെയാണ്. ഇതൊരു വഴിയുണ്ട് കേട്ടാ. അവിടെ അങ്ങോട്ട് നോക്കുന്നേ. അയ്യോ അയ്യോ. അപ്പൊ നമ്മൾ ഇത്ര നേരത്തെ പാതിയതേ ഉള്ളൂ. മച്ചവരെ സീന് കേട്ടാ. സെറ്റ് സെറ്റ്. പക്ഷേ വ്യൂ കൂടില്ല അല്ലയാ. സൂര്യൻ താന്നുകൊണ്ടിരിക്കുകയാണ്. താഴ്ന്നതിന് മുകളിലെത്തണം. കാറ്റുണ്ട് കാറ്റുണ്ട്. വാവ് സെറ്റ് സെറ്റ് സെറ്റ്. ഓ ഏകദേശം ടോപ്പിലെത്തി കേട്ടോ. വേണ്ട ആഞ്ജനേയർ ടെമ്പിളിലോട്ട് പോകുന്ന വഴിയാണ്. സോ അത് ഇത് പിള്ളത്തടം കേവാ. ആ കേവിലോട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതൊന്ന് പിടിച്ചാണ്. ഓ ആ ഒരു കേവ്. അല്ലയോ വാടാ, വഴിയുണ്ടാ. ഒരു വഴിയുണ്ട്. പക്ഷേ നമുക്ക് അത്ര റിസ്ക് ഒന്നും വേണ്ട. എന്നാലും കുറച്ച് ദൂരം നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടാ. ചളിയാ ഞാൻ നോക്കിയിട്ട് വരാം. എന്തെങ്കിലും പറ്റിയാൽ താഴെ പോയിട്ട് അറിയിക്കുന്ന അളിയാ. അളിയാ വഴിയുണ്ട്. എന്താ ഗുഹയിലൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അളിയാ എടാ വാടാ കിടിലം. അമ്മച്ചാ എടാ വ്യൂ ഉണ്ടോ അടി കൂടെ കിടിലം. എടാ ശ്രീനാരായണ വരുന്നത് കണ്ടടാ. എടാ വാടാ. എവിടെ അളിയാ സൂപ്പർ. നോക്കിയേ നമ്മളെ ഉണ്ട് ധൈര്യമായിട്ട് വാ. അതാ അളിയ മോഹന്റെ വേയാണ്. നോക്കിയേ അവിടെയാണ് കേട്ടോ ഗുഹ. ഓ കാറ്റിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അതെ വാ, ഇത് വഴി ഇറങ്ങാൻ സ്ഥലമുണ്ട്. ആ സാധനം താഴെ. ആ അമ്മയ്ക്കേ ഇതൊരു കനത്ത ഗുഹയായി പോയി. അമ്പോ അറിയാ നമ്മളങ്ങനെ ഇല്ലെങ്കിൽ നമ്മള് കുട്ടേട്ടനാവോ. ഓ യെസ് അറിയാ. ഷോർട്ട് വഴിയുണ്ട് തിരിച്ചേറാൻ. എടാ നോക്കടാ. ഓ നമ്മൾ ആ ഗുഹയിലെത്തി ഗൈസ്. ഒരുപാട് മഹാത്മാര് തപസ്സിരുന്നത് സ്ഥലമാണ്. ഓ പക്ഷേ അതാണ്ട ഇവിടെയാണ് പഴയ ആളുകൾ തപസ്സിരുന്ന സ്ഥലമാണ്. ഫുള്ള് ഇരുട്ടാണ്. ഓ അതുകൊണ്ട് തന്നെ ഞാൻ
കയറുന്നില്ല, പാമ്പുണ്ടെങ്കില. ഇവിടെ നോക്കുന്ന വ്യൂ ഉണ്ടോ? ഓ, ഒരു അടാറ് ഫീലല്ലേ ഇതാ കണ്ടോ? സൂപ്പർ കേട്ടോ. താഴെ പോയാ തീർന്ന് പടമായി. കാലടികൾ വെച്ച് വെച്ച് ഫൈനൽ സ്പോട്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു ഗൈസ്. ഒരു ഹനുമാൻ ടെമ്പിളാണ് കണ്ടോ. അല്ല ഇവിടെ ഇരിക്കാം. നമുക്ക് ആ ഒരു ഓ അളിയാ ശരി തന്നെ കേട്ടാ. ആ ഒരു ഇന്ത്യൻ ആ ഒരു കോണിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. വാ വാ എത്തി ഗൈസ്. നമ്മളെത്തി. ഫൈനലി വി റീച്ച്ഡ്. ഓ കണ്ട സൗത്ത് ഏറ്റവും അറ്റത്ത ഒരു മലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കറക്റ്റ് കണ്ടതോ കന്യാകുമാരി. എവിടെ വിവേകാനന്ദ റോക്കൊക്കെ എവിടെ 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 അവിടെ എവിടെയാണെന്ന് തോന്നുന്നു ഗൈസ്. പക്ഷേ കണ്ടോ കണ്ടോ കറക്റ്റ് ഇങ്ങനെ ഇവിടെ നിന്നുള്ള ഇങ്ങനെ കുറച്ച് ആ ഒരു വ്യൂ കാണാം. അവിടെ ഇന്ത്യയുടെ ആ ഒരു എൻഡ് ഭാഗം നമുക്ക് കാണാൻ പറ്റോ. ഓ സെറ്റ് വ്യൂ. ഇവിടുത്തെ ഫുൾ വ്യൂ ഞാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ബാക്കി വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പക്ഷേ അവരങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. സൂപ്പർ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. അതാണ് സൂര്യാസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കന്യാകുമാരി പോകുന്നവർ എന്തായാലും ഇവിടെ നമുക്ക് അത്യാവശ്യം ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് പോകുന്നത് നന്നായിരിക്കും. കിടിലൻ സ്ഥലം തന്നെയാണ്. ഇവിടെ ഒരു ടെമ്പിൾ കൊണ്ട് പീസായിട്ടിരിക്കാം. ഒരു രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ വന്നാൽ കടുക്കും കേട്ടോ. കിടിലൻ വ്യൂ ആയിരിക്കും. ഒരു നല്ല വർത്താണ് കേട്ടോ. വ്യൂവും കാര്യങ്ങളും കണ്ടല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരുപാട് വീഡിയോസ് എടുക്കാതെന്ന് പറഞ്ഞാൽ പരുന്തിൻ്റെ ശല്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഡ്രോൺ എനിക്ക് പുറത്തോട്ട് ഹൈറ്റിൽ വിടാൻ പറ്റുന്നില്ല. ഇത് തന്നെ പരുന്ത് റാഞ്ചി എന്ന് വിചാരിച്ചാണ് ജസ്റ്റ് മിസ്സിന് നമ്മൾ താഴോട്ട് വന്നു. അങ്ങനത്തെ ഒരു സീനുണ്ട് കടലിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എന്തായാലും ഓക്കെ ബൈ.